എന്താണ് സാർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ മൗനാനുവാദം കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സർ കാണിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വാക്കുകളില്ല, പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ നാണക്കേട് മാത്രം കൈമുതലായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സംഘം വായി നോക്കിയാൽ, ഞാനങ്ങനെ പറയുന്നില്ല സാർ. കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്താ സാർ ഈ കാട്ടിക്കൂട്ടുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ചാണ്ടി ഇരിക്കുന്നത് സീറ്റിലല്ല, ചാണ്ടിയുടെ സീറ്റിൽ ഇരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഈ സഭാ നടപടികളുമായി നിസ്സഹരിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ ഒരു അംഗത്തെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള പരാമർശം അങ്ങേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് യുവർ റൈറ്റ്. ഞാൻ ഡിനായുന്നില്ല, ചെയർ ഡിനായുന്നില്ല. പക്ഷേ അതെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യു ക്യാൻ. അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. അല്ലല്ല, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തിയാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ചോദ്യം നമ്പർ 271 AK അഷ്റഫ്, കൃഷി വകുപ്പ് മന്ത്രി നോട്ടീസ്. യെസ് മിനിസ്റ്റർ. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. മിനിസ്റ്റർ അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. സാർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. അത് പിടിച്ചു വാങ്ങിക്ക്. അവിടെ പിടിച്ചോ, ഇവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ പിടിക്കാൻ പറ്റില്ല. യെസ് അങ്ങ് പറഞ്ഞോ. സർ, ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സർ, ഒരു സ്ത്രീയെ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മൗനാനുവാദം കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സർ കാണിക്കുന്നത്? ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ ലജ്ജതോന്നുന്നില്ലേ അദ്ദേഹത്തിന്? ലജ്ജതോന്നുന്നില്ലേ? ഈ അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചോദ്യോത്തരം നടത്താൻ പാടില്ല എന്നാണ്. ചോദ്യോത്തരം നടക്കണം. ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ നടത്താൻ അനുവദിക്കണം പ്ലീസ്. ചോദ്യം നമ്പർ 272. ഇതൊക്കെ വാങ്ങിക്കളാം. സാറേ, ബഹുമാനപ്പെട്ട ചെയറിനോടൊരു അപേക്ഷയുണ്ട്. ഈ സഭയുടെ നടപടിക്രമം അനുസരിച്ച് ചെയറിനെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഈ ബാനർ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റാണ്. അങ്ങ് അത് മാറ്റാനായി നിർദ്ദേശം നൽകണം. കാരണം ഉത്തരം റെഡിയാണ്. പക്ഷേ എല്ലാ അംഗങ്ങളുടെയും ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയല്ല ഉത്തരം പറയേണ്ടത്. ബഹുമാനപ്പെട്ട സ്പീക്കറെ മുഖത്ത് നോക്കിയാണ്, ചെയറിലേക്ക് നോക്കിയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ ബാനർ മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. പ്രതിപക്ഷത്തിന്റെ അസുര ജന്മമാസം ഈ സഭാവേളയിലെല്ലാം മുടക്കും എന്നുള്ള തമ്മാടിത്തരമാണ് ഇവിടെ കൂടി കാണിച്ചു വെക്കുന്നത്. സാർ, ഞങ്ങൾക്കൊന്ന് ചേർന്ന് പോകാൻ കാണുന്നില്ല.
കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഗതാഗത മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തി കേരളീയ സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയകരമായ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അസഹിഷ്ണുത പൂണ്ട, അസൂയ പൂണ്ട കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വാക്കുകളില്ല, പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ നാണക്കേട് മാത്രം കൈമുതലായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ കൊമ്പാടിക്കുറ്റങ്ങളുടെ സാർ, മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ KSRTCയുടെ ടിക്കറ്റ് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? അതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു വരുന്നതെന്ന് വിശദമാക്കാമോ? KSRTCയുടെ വരുമാനം അനുദിനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 26 കോടി രൂപയോളം KSRTCയുടെ വരുമാനത്തിൽ വർധനവുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിലധികം വർധനവുണ്ട്. ഓരോ മാസവും KSRTCയുടെ വരുമാനം വർദ്ധിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ KSRTC പങ്കാളിയാകുകയും KSRTCയുടെ 84 ഡിപ്പോകളിൽ 83 ഡിപ്പോകൾക്കും ശുചീകരണത്തിനുള്ള അവാർഡ് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 650 ടൺ മാലിന്യങ്ങളാണ് KSRTCയുടെ ബസ് സ്റ്റേഷനുകളിൽ നിന്ന് മാറ്റം ചെയ്തത്. ഇത്രയും ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയാണ്. സാർ, ഈ ബഹളം കാണുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഇതിലെ ഒരു അംഗം KSRTCയുടെ INTUC യൂണിയന്റെ ഒരു പ്രസിഡന്റ് ഈ ബഹളത്തിനിടയിലുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ തള്ളി സ്പീക്കർ അല്ലെങ്കിൽ തള്ളിക്കയറാൻ ശ്രമിക്കുക, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ഇതൊക്കെ ചെയ്ത ആള് ചെയ്ത പ്രവൃത്തി KSRTCയുടെ എല്ലാ ബസ് സ്റ്റേഷനും അതിൽ അദ്ദേഹം കൈ ചൂണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു. കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല. കാരണം ഈ MLA-മാരിൽ, ഈ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള MLA-മാരിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ MLA ഫണ്ടിൽ നിന്നും KSRTC കമ്പ്യൂട്ടർ നൽകി, ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ നൽകി. പക്ഷെ ഒരു പൈസ തരാത്ത ഒരേ ഒരു MLA കോവളത്ത് നിന്നാണ് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. കോവള MLA INTUC-യുടെ KSRTC INTUC-യുടെ പ്രസിഡന്റ് നേതാവ് അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ MLA ഭരണപ്രതിപക്ഷ വഞ്ചനയുള്ള എല്ലാ MLA-മാരും പണം നൽകി. ഞാൻ വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് അവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് ലജ്ജിക്കണം അദ്ദേഹം. കാരണം ഞാൻ നേരിട്ട് KSRTC CMD വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത്. ഈ ബാലഗോപാൽ പ്രഖ്യാപിച്ച, ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് സ്റ്റേഷനുകളിൽ വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ പണം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ MLA എന്റെ അടുത്ത് വരണ്ട, ഞാൻ ഒരു മന്ത്രിയായിട്ട് വരണ്ട, രാഷ്ട്രീയം കാണും. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല എന്ന ലജ്ജാകരമായ കാര്യം പറയണം. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ബഹളത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം യാതൊരു താല്പര്യവും KSRTCയോടും ഇല്ല, തന്റെ മണ്ഡലത്തിലെ KSRTC ഡിപ്പോടും ഇല്ല. എന്നിട്ട് അദ്ദേഹം നേതാവാണെന്നാ പറയുന്നത് INTUC-യുടെ. ഇതൊക്കെ ലജ്ജ ഉണ്ടാക്കും സാർ. എല്ലാ MLA-മാരുടെ സഹകരണത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ശ്രീ KV സുമേഷ്. സാർ, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിക്കുകയും സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് സമരത്തിനും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നൊക്കെയാണ് പറയാം. പക്ഷേ ഹൈക്കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ വേദിയെ നിരന്തരമായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഞങ്ങള് ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ, ജീവനക്കാരി ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് KSRTC ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു സഹോദരൻ, ഒരു തൊഴിലാളി മരിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം 1 കോടി രൂപ, ആദ്യത്തെ 1 കോടി രൂപ കൈമാറാൻ പോവുകയാണ്. ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മരണശേഷം 10 ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് 2 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടും. അവർ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും. ഈ ഒരു പദ്ധതി കേരളത്തിലെ ഈ KSRTC-യിൽ മാത്രമാണുള്ളത്. ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത്. അവർക്ക് 2500 രൂപ അവരെ കയ്യിൽ നിന്ന് അടച്ചാൽ ഒരു വർഷം അവർക്ക് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും. 2500 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം. നമ്മളവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല. അടയ്ക്കാൻ അവർ തയ്യാറായാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീ ആണ്. KSRTC ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം, ആനുകൂല്യം എല്ലാം നൽകി KSRTC എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ. ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു. അതിന് വലിയ വിജയമുണ്ടായി. പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ KSRTC വരുമാനം വർദ്ധിക്കുമ്പോൾ, KSRTC ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം. 2012 ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ
ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം. പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം അങ്ങ് പ്രഖ്യാപിച്ചോ? പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല, ക്യാബിനറ്റിന് അധികാരമില്ല. എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം. അവർ ഇതൊരു സ്നേഹത്തോടെ കേൾക്കണം. ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം. 2012 പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് 50% ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ്. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം KSRTC നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്കുള്ള കൊച്ചിൻ ഏതിപ്പോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്ത് നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കാൻ സർക്കാർ. ശ്രീ എൽദോയ്ക്കും ചാണ്ടിയുമ്മനും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഷെയിമായിട്ട് തോന്നിയതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം 2012 ഇപ്പൊ നാളെ പറയാൻ പോകുന്ന ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും. അങ്ങനല്ല, 2012 ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് ഓർഡിനറി ബസ്സുകൾ, സിറ്റി ബസ്സുകൾ, എവിടെ തിരുവനന്തപുരം സിറ്റി ബസ് ഓടുന്ന എവിടെ സിറ്റിക്കകത്ത ഓർഡിനറി ബസ് പരമാവധി നെടുമങ്ങാടുന്നോ ആറ്റിങ്ങെന്നോ തിരുവനന്തപുരം വരെ വരും. RCC മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല. കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യൂ ചെയ്യും. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും എന്നാണ് ഈ ഉത്തരവുണ്ട്. ഈ ഉത്തരവ് വെച്ചോണ്ട് നാളെ ഇറങ്ങണ്ട. അത് 50% ഉള്ളൂ. ഏതാ സിറ്റി ബസ് നെടുമങ്ങാട് നിന്ന് കയറി തിരുവനന്തപുരത്ത് RCCയിൽ ഇറങ്ങുന്ന ഒരാളിന് കൊടുക്കേണ്ടി വരുന്ന പൈസ 20 രൂപ താഴെ, അതിന്റെ താഴെ 10 രൂപയുടെ കൺസെഷനാണ്. അതല്ല, കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണ്ണമായി ഫ്രീ ആക്കിയതാണ്. അത് കേൾക്കുമ്പോൾ ഷെയിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. അദ്ദേഹം നെയ്യാറ്റിങ്കരയെ കുറിച്ച് പറഞ്ഞു. നെയ്യാറ്റിങ്കര ബസ് സ്റ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഷെയിമാണെന്ന് വെളിയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 ദിവസമായിട്ട് കാണിക്കുന്ന ഈ കോമാളിത്തരം. സാർ, ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സംഘം വായി നോക്കികൾ, ഞാനങ്ങനെ പറയുന്നില്ല സാർ. കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്താ സാർ ഈ കാട്ടിക്കൂട്ടുന്നത്? ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പറ, നിങ്ങളുടെ ആവശ്യം. അവരുടെ ആവശ്യം പറയുന്നില്ല സാർ. ആവശ്യം പറയാതെ തന്നെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ, ആ വനിതകൾ, അവരെന്ത് തെറ്റ് ചെയ്തു സാർ? ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലുമില്ലേ സഹോദരിമാർ, അമ്മമാരില്ലേ? ആ കുട്ടികൾ അവരുടെ ജോലി ചെയ്യല്ലേ സാർ? അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയല്ലേ സാർ? എന്താ സാർ ഈ വിൻസെന്റ് MLA ഒക്കെ ചെയ്യുന്ന സാർ? ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല സാർ. എന്റെ ചോദ്യം സാർ, കേരളത്തിലെ ഗതാഗത വകുപ്പിനെ ചരിത്രപരമായ മുന്നേറ്റത്തിലെത്തിച്ച കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ. കേരളത്തിലെ പൊതുസമൂഹമാകെ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ ആശംസിക്കുകയാണ് സാർ, അഭിവാദ്യം ചെയ്യുകയാണ് സാർ. സാർ, എന്റെ ചോദ്യം, കോന്നി KSRTC ബസ് സ്റ്റാൻഡ് അങ്ങയുടെ കൂടി സാന്നിധ്യത്തിലാണ്. പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ എന്റെ ചോദ്യം. ഇവിടെ പലരും ആവശ്യം പറയാതെ സമരം ചെയ്യുന്നെങ്കിലും അദ്ദേഹം ആവശ്യം പറയുകയാണ് ചെയ്തത്. ആ ബസ് സ്റ്റേഷനിൽ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അത് പൂർത്തിയാവേണ്ടേ 1-2 ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നമുക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാവുന്നതാണ് എന്ന് അറിയിക്കാം.